വെള്ളം നല്ല ക്ലിയർ ആയിരിക്കും. പിന്നെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ബ്രീഡിംഗ് പേയേഴ്സ് ആണ്. ഇട്ടാലും ഒന്നും സംഭവിക്കില്ല. എപ്പോഴും നല്ലത് കുറച്ച് പ്ലാന്റ്സ് ഇടാൻ പറ്റുന്ന അത്രയും. ഹലോ ഗൈസ്, എല്ലാവർക്കും മേത്രി അക്വാട്ടിക്സിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കണ്ടിട്ട് നമുക്ക് മെസ്സേജ് ചോദിച്ച കാര്യമാണ്, എങ്ങനെയാണ് ഈ ആൽഗി ഇല്ലാതെ ഈ ഡയറക്റ്റ് സൺലൈറ്റിൽ ഈ വാട്ടറൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തന്നെ നമ്മൾ വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോ ആണ്. പിന്നെ നമ്മുടെ ഫാമിലെ കുറച്ച് അപ്ഡേറ്റ്സും കൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതില്ല, ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഇടാൻ പറ്റുന്ന അത്രയും ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഇടുക. ഒരു ടാങ്കിൻ്റെ ഒരു 75% ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പം വെള്ളം നല്ല ക്ലിയർ ആയിട്ടും പ്യുവറായിട്ട്, ഇതിൽ വെള്ളം യെല്ലോ കളർ ആയാലും അത് മറ്റേ ഫ്രിഡ്ജേസിൻ്റെ അതാണ്. അതുപോയിട്ട് നിങ്ങളെ വെള്ളം നല്ല ക്ലിയർ ആയിരിക്കും. പിന്നെ ഒരാഴ്ചക്കകത്ത് തന്നെ നിങ്ങൾ ഈ അടിയിൽ കാണുന്ന വേസ്റ്റൊക്കെ ഒരു പമ്പ് വെച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം വെള്ളം നല്ല പ്യുവറായിരിക്കും. പിന്നെ ഇതേപോലത്തെ അടിയിൽ അണ്ടർ വാട്ടറിൽ വെക്കുന്ന കുറച്ച് പ്ലാന്റ്സ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ അതും നല്ലതാണ്. അപ്പോഴും ഇതേപോലെ നല്ല ക്ലിയർ ഉള്ള വെള്ളമായിരിക്കും. ഇത് 1 month ആയ ടാങ്കാണ്. 1 month ആയിട്ട് ഇതിൽ ഒരു ആൽഗി പോലും ഇതുവരെ പിടിച്ചിട്ടില്ല. പിന്നെ എപ്പോഴും നല്ലത് കുറച്ച് മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോഴാകുമ്പോൾ കുറച്ച് ഹീറ്റൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കും. അതാണ് ഫിഷിന് കുറച്ചും കൂടെ നല്ലത്. അപ്പം ഫിഷ് നല്ല ഹെൽത്തി ആയിരിക്കും, ഫിഷ് നല്ല ആക്റ്റീവ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, നല്ല ആക്റ്റീവാണ് നമ്മുടെ ഫിഷസൊക്കെ, നല്ല ആക്റ്റീവാണ്. അതുപോയിട്ട് ആമ്പൽ അങ്ങനത്തെ വാട്ടറിൽ അങ്ങനത്തെ ഐറ്റമൊക്കെ നടാൻ പറ്റുമെങ്കിൽ അതും ഏറ്റവും നല്ലതാണ്. അപ്പോഴും വാട്ടർ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ടാങ്കിൽ എപ്പോഴും ഒരു 75% വെള്ളം എന്തായാലും വെച്ചിരിക്കണം. കാരണം 75% വെള്ളം വെച്ചില്ലെങ്കിൽ ഈ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പം ഈ ടാങ്കിലുള്ള വെള്ളം നല്ല രീതിക്ക് ഹീറ്റായിട്ട് ഫിഷ് ഡെഡ് ആവാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. അപ്പം നിങ്ങൾ വെള്ളം ഈ ടാങ്കിലുള്ള പോലെ നല്ല രീതിക്ക് കുറച്ചാണ് വെക്കുകയാണെങ്കിൽ ഫിഷിലുള്ള ഡെഡ് ആവും. ഇപ്പം ഈ ടാങ്കിൽ ഫിഷ് ഇല്ല, അല്ലാതെ ഈ ടാങ്കിലൊക്കെ ആണെങ്കിൽ ഒരു 75% വെള്ളമുണ്ട്. അപ്പോൾ ഇതിൽ ഫിഷ് ഇട്ടാലും ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ ഈ ടാങ്കിലാണെങ്കിൽ 80% മുകളിൽ വെള്ളമുണ്ട്. അപ്പം ഇതിനെന്തായാലും ഒന്നും സംഭവിക്കില്ല. പിന്നെ ഓവർഫ്ലോ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും മഴ ടൈമിൽ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ കുറച്ച് നിറഞ്ഞാണ് കിടക്കുന്നത് കുറേ ടാങ്കുകളിൽ. നമുക്ക് ഫാമിലെ കുറച്ച് അപ്ഡേറ്റ്സ് കാണാം. ഇത് ബ്ലാക്ക് മൂൺടെയിൽ മോളിയുടെ കുറച്ച് ബ്രീഡിംഗ് പേയേഴ്സാണിത്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ സെയിലിനായിട്ട് റെഡിയായി വരുന്നതേ ഉള്ളൂ. അടുത്ത് പിന്നെ നമ്മൾ നോർമൽ മൂൺടെയിൽ മോളിയുടെ യെല്ലോ മൂൺടെയിൽ മോളിയുടെ കുറച്ച് പേയേഴ്സാണിത്. നമ്മുടെ ഡാർക്ക് നൈറ്റ് റെഡ് ഡ്രാഗൻ്റെ കുറച്ച് ബ്രീഡിംഗ് പേയേഴ്സാണ്. ഇതതിൻ്റെ മെയിലിനെ സെപ്പറേറ്റ് ചെയ്തതാണ്. ഇത് അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. പിന്നെ ഇത് അതിൻ്റെ ബ്രീഡിംഗ് പേയേഴ്സാണ്. ഇത് ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടതാണ്, ഇത് പ്ലാറ്റിനം റെഡ് ഡംബോയറിൻ്റെ കുറച്ച് ബ്രീഡിംഗ് പേയേഴ്സാണ്. നല്ല ക്വാളിറ്റിയുള്ള പേയേഴ്സാണ്. ഇതിപ്പോൾ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. കുറച്ച് പേയേഴ്സ് അതിൻ്റെ ജൂനിയർ സൈസ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെയിം പേയേഴ്സാണ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങൾ ഇതിൽ കിടപ്പുണ്ട്. ഈ ഫ്രിഡ്ജേഴ്സിലും അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ അടുത്ത ഈ ഫ്രിഡ്ജേഴ്സിലൊക്കെ നമ്മുടെ റെഡ് ഇയർ കോഴിയുടെ പാരൻറ്റ് സ്റ്റോക്കാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് പേഴ്സ് മാത്രമേ റെഡ് ഇയർ കോഴി ഇപ്പം സ്റ്റോക്കുള്ളൂ. അതും സെയിലിനായിട്ട് ഇപ്പം കുറച്ച് പേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സെയിലിനായിട്ട് ഇതേ സെയിം ക്വാളിറ്റി പേഴ്സാണ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം കറക്റ്റ് പിടിക്കാൻ പറ്റില്ല, അതാണ്. ഇനി അടുത്ത് നമുക്ക് കുറച്ച് സെറ്റായി വരുന്ന സാധനം എന്ന് പറയുമ്പോൾ ഫുൾ ഗോൾഡാണ്. ഇത് കുറച്ച് ഫുൾ ഗോൾഡ് ഗപ്പിയുടെ കുറച്ച് കുഞ്ഞുങ്ങളാണ്. ഇത് അടുത്ത് ഒരു ജൂനിയർ സൈസൊക്കെ ആയി സെയിലാവാറായി വരുന്ന ഒരു സൈസാണ്. പിന്നെ ഇത് നമ്മളെ മെയിലിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ 3 ടാങ്കിലും ബ്രീഡിംഗ് സെക്ഷനാണ്. ഇതുപോലെ നിങ്ങൾ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് വെച്ചാൽ അത്രയും നല്ലതാണ്. ഞാൻ അടുത്തതിൽ വെയിൽറ്റെയിൽ സീബ്രയുടെ കുറച്ച് ബ്രീഡിംഗ് സ്റ്റോക്സ് ആണ്. പിന്നെ ഇതിൽ കുറച്ച് മൂൺടെയിൽ മോളിയുടെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഇത് ആൽബിനോ ഫുൾ റെഡ് വൈറ്റ് ഇയറിൻ്റെ ഗപ്പിയുടെ കുറച്ച് ബ്രീഡിംഗ് സ്റ്റോക്കാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക.